പെട്ടെന്നൊരു പാമ്പിനെ കണ്ടെന്ന് കരുതുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പേടിക്കും അല്ലേ? അതേപോലത്തെ എന്തെങ്കിലും ഒരു പേടിപ്പെടുന്ന സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകും. പറയുവാണെങ്കിൽ ഇപ്പം ആ ഒരു പാമ്പിനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിളൊക്കെ എന്ത് ചെയ്യും? വികസിക്കും, ഡൈലേറ്റ് ചെയ്യും. ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാവും അല്ലെ? ഹാർട്ട് റേറ്റ് ഒക്കെ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഹോർമോൺ ഉത്പാദനമൊക്കെ നന്നായി കൂടും. അതുപോലെ നമ്മുടെ ശ്വാസകോശം വികസിക്കും. ഇത്തരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുക. ഈ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം? തിരിച്ച് നോർമൽ പൊസിഷനിലോട്ട് വരണം. അതായത് സ്വാഭാവിക സാധാരണ സ്ഥിതിയിലോട്ട് വരണം. അതിന് നമ്മളെ സഹായിക്കുന്ന വ്യവസ്ഥയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടെ ചേർന്നാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ രൂപപ്പെടുന്നത്.